ഹായ് മക്കളെ, എന്താണ് എല്ലാ മക്കളുടെയും വിശേഷങ്ങൾ? 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ 2ാമത്തെ പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ 1ാമത്തെ പാഠഭാഗം കഴിഞ്ഞു, എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയായിരുന്നു അല്ലേ? ഇതും വളരെ സിമ്പിളാണ്, പക്ഷേ കുറച്ചധികം എക്സസൈസുകൾ നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിരിക്കും. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാവാത്തത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2ാമത്തെ പാഠഭാഗമാണ്. എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം? നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. എന്താണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ കൂട്ടുകാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്പേഴ്സിനെ കൊണ്ടുള്ള എന്തോ ഒരു പാഠഭാഗമാണ് ഇവിടെ അല്ലേ. ഫിൽ ദ സെൽസ്. ഇവിടെ എന്താണ്, ഒരു ബോക്സിലെ ഒരു കുറേ കള്ളികൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എ ഗെയിം വിത്ത് ടോക്കൻസ്. ടോക്കൻ ഉപയോഗിച്ചുള്ള കളിയാണിത്. ഫിൽ ദ സെൽസ് വിത്ത് ടോക്കൻസ് നമ്പേർഡ് ഫ്രം 1 to 100. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള ടോക്കനുകൾ ഉപയോഗിച്ച് ഈ സെൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ദിസ് ഗെയിം. അപ്പോൾ ആരത് കളിക്കുന്നത്? മിൻഹയും ഫ്രണ്ട്സുമാണ്. യു ക്യാൻ ഓൾസോ പ്ലേ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്കും ഇത് കളിക്കാൻ വേണ്ടി പറ്റും. യുവർ ടീച്ചർ ഓൾസോ വിൽ ഹെൽപ്പ് യു. നിങ്ങളുടെ ടീച്ചർ ഇതിനെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡിയാണോ? അപ്പോൾ 1 മുതൽ ചിലത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 1 to 10 ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ ചിലത് അവിടെ മിസ്സിങ് ആണ്, കുറേ മിസ്സിങ് ആണ്, ചിലത് അതിൻ്റെ ഇടയിൽ തന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതേപോലെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒന്നുമില്ല ചെയ്യാൻ. അവിടെ 10 മുതൽ ഓൾറെഡി ഉണ്ട്. 11 അവിടെ എഴുതുക. അത് കഴിഞ്ഞാൽ 11 കഴിഞ്ഞ ഏതാണ്? 12, 13, 14, 15, 16, 17 അങ്ങനെ 20 വരെ എഴുതുക. അതിന് താഴെയുള്ളതിൽ 21 തന്നിട്ടുണ്ട്. ദെൻ 22 to 30 വരെ എഴുതുക. അതിനുശേഷം 31 to 40 വരെ എഴുതുക. 41 to 50 വരെ എഴുതുക. അങ്ങനെ നമ്മൾ 100 വരെ അവസാനം വരെ എഴുതണം. അതിനിടയിൽ ഒരു 55 അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതേണ്ട. ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ എഴുതി നോക്കുക. വേർ വിൽ യു പുട്ട് ടോക്കൺ 65? എവിടെയാണ് നമ്മൾ 65 വെച്ചത്? നമ്മുടെ 55ൻ്റെ നേരെ തൊട്ട് താഴെയാണ് 65 വെച്ചിട്ടുള്ളത് അല്ലേ. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് ഔട്ട്? അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? കാരണം അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് ഓരോ നമ്പറിൻ്റെ അടിയിലും അടുത്ത നമ്പർ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ put the tokens from 1 to 100 in the correct places. What is the connection between the numbers in the yellow cells? ഇതിൽ യെല്ലോ സെൽസിലുള്ള നമ്പേഴ്സിൻ്റെ ബന്ധം, റിലേഷൻഷിപ്പ് എന്താണ്? ഏതൊക്കെയാണ് യെല്ലോയിലുള്ളത്? 1, 12, 23, 34, 45, 56, 77, 67, 78, 89, 100. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുകയാണ് 12 - 1 ചെയ്യുമ്പോൾ അവിടെ 11 ആണ് വ്യത്യാസം. അല്ലെങ്കിൽ 67 - 56 ചെയ്യുമ്പോൾ 11 ആണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അത് റിലേഷൻഷിപ്പ് എന്താണ് ബിറ്റ്വീൻ 11 ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ ഫൈൻഡ് അതർ പാറ്റേൺസ് ആൻഡ് കളർ ദം. ഇതേപോലെയുള്ള വേറെ ഏതെങ്കിലും പാറ്റേൺസ് നിങ്ങൾക്ക് ഇതിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി പറ്റുമല്ലേ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റോ എടുക്കുകയാണെങ്കിൽ 1, 11, 21, 31, 41, 51 അങ്ങനെയുള്ള ഒരു പാറ്റേൺ എടുക്കാം. അല്ലെങ്കിൽ 2, 12, 22, 32, 42, 52, 62 അങ്ങനെയുള്ള പാറ്റേൺ എടുക്കാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ കോളമായിട്ട് എടുക്കണം, അല്ലെങ്കിൽ റോ ആയിട്ട് എടുക്കണം. എങ്ങനെ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പാറ്റേൺ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്കൂൾ സ്റ്റോറാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. പ്രൈസ് ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. ക്രയോൺസ്, പെന്ന്, സ്കെച്ച് പെൻസ്, നോട്ട്ബുക്ക്, മാർക്കേഴ്സ്, അതുപോലെ തന്നെ സ്കെയില്, ബ്രൗൺ പേപ്പർ, ഇത്രയുമാണ് അവിടെ തന്നിട്ടുള്ളത്. ഇതിൽ മിൻഹ ബോട്ട് ദിസ് വർത്ത് 100 rupees. മിൻഹ എന്ത് ചെയ്തു? 100 രൂപയ്ക്ക് ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങി. ദെൻ വാട്ട് കുഡ് ഷീ ഹാവ് ബോട്ട്? അപ്പോൾ എന്തൊക്കെയാണ് അവൾ വാങ്ങിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 100 രൂപ ആകുന്നത് വരെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം എന്നാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മിൻഹക്ക് 2-3 തരത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് 1-2 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തത് മിൻഹ ഒരു സ്കെച്ച് വാങ്ങിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, ഒരു സ്കെച്ച് പെന്നിന് എത്രയാണ്? 40 rupees ആണ്. ഓക്കെ, ബാക്കി എത്രയാണ് ബാലൻസ് ഉള്ളത്? 100 - 40 എന്ന് പറയുമ്പോൾ 60 ആണ് ബാലൻസ് ഉള്ളത്. 60 ഇവിടെ ഏതാണുള്ളത് കൂട്ടുകാരെ? നോട്ട്ബുക്ക് അല്ലേ. അപ്പോൾ ഒരു നോട്ട്ബുക്കും കൂടെ വാങ്ങിച്ച് 60 rupeesന് ഒരു നോട്ട്ബുക്കും കൂടെ വാങ്ങിച്ച് അപ്പോൾ രണ്ടും കൂടെ എത്രയായി? 100 ആയി മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്ക് ഇവിടെ എഴുതാം. ഒന്ന് വാങ്ങിച്ചിട്ടുള്ളത് സ്കെച്ച് 40 rupees. ദെൻ പിന്നെന്താ വാങ്ങിച്ചത്? നോട്ട്ബുക്ക് അല്ലേ. നോട്ട്ബുക്ക്
60. ഇനി അടുത്തൊരു വേല എങ്ങനെ വാങ്ങിക്കാൻ പറ്റും? അടുത്തൊരു വേല എന്ന് പറയുന്നത് ഒരു ക്രയോൺ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ക്രയോണിന് എത്ര രൂപയാണ്? ഒരു ക്രയോണിൻ്റെ വില എന്ന് പറയുന്നത് 25 ആണല്ലേ. ഒരു ക്രയോൺസ് 25 വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചു ഒരു മാർക്കർ പെന്ന് വാങ്ങിച്ചു. ഒരു മാർക്കർ പെന്നിന് എത്രയാണ്? 75 റുപ്പീസാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ഒരെണ്ണം എഴുതാൻ ക്രയോൺസ് 25. ദെൻ വേറെന്ത് വാങ്ങിച്ചു? മാർക്കേഴ്സിന് 75, ടോട്ടൽ 100. ഇനി അടുത്തൊരു വേഗം കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒന്നെങ്കിൽ ഒരു സ്കെയിൽ വാങ്ങിക്കുക. സ്കെയിലിന് എത്രയാണ്? ഒരു സ്കെയിലിന് 25 റുപ്പീസാണ്. ഓക്കെ, സ്കെയിലിന് 25 റുപ്പീസ്. പിന്നെ അതുകൂടാതെ ഒരു ഒരു പെന്ന് വാങ്ങിച്ചു. പെന്നിന് എത്രയാണ്? 20 റുപ്പീസാണ്. അപ്പോൾ എത്രയായി? 45 റുപ്പീസായല്ലേ. പിന്നെ വാങ്ങിച്ചു ഒരു ബ്രൗൺ പേപ്പർ വാങ്ങിച്ചു. ഓക്കെ, ബ്രൗൺ പേപ്പറിന് 15 റുപ്പീസാണ്. അതുപോലെ തന്നെ ഒരു നോട്ട് ബുക്കും വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ എത്രയാണ്? 100 റുപ്പീസ് ആവും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നമുക്ക് എഴുതി നോക്കാം. ഒരു നോട്ട്ബുക്കിന് 60 ആണ്. അതുപോലെ തന്നെ സ്കെയിൽ വാങ്ങിച്ചു. സ്കെയിലിന് 5 റുപ്പീസാണ്. ഒരു 5 റുപ്പീസാട്ടോ, 5 റുപ്പീസാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പെന്ന് വാങ്ങിച്ചു. പെന്നിന് 20 റുപ്പീസാണ്. എത്രയായി? 85 ആയി. അതിന് ശേഷം എന്ത് വാങ്ങിച്ചു? ഒരു ബ്രൗൺ പേപ്പറും കൂടെ വാങ്ങിച്ചു. ഒരു ബ്രൗൺ പേപ്പറിന് എത്രയാണ്? 15 റുപ്പീസാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 100 റുപ്പീസിന് വാങ്ങിച്ചു. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് പെൻസിൽ കമ്പനിയാണ്. മിൻഹാസ് ഫാദർ ഹാസ് എ പെൻസിൽ കമ്പനി. മിൻഹയുടെ ഫാദറിന് എന്തുണ്ട്? ഒരു പെൻസിൽ കമ്പനി ഉണ്ട് അല്ലേ. 10 പെൻസിൽസ് ആർ ടു ബി പുട്ട് ഇൻ ദ ഈച്ച് പാക്കറ്റ്. അപ്പോൾ ഓരോ പാക്കറ്റിലും 10 പെൻസിലുകളാണ് വെക്കുന്നത്. ആൻഡ് 10 പാക്കറ്റ്സ് ഇൻ ഈച്ച് ബോക്സ്. ഓരോ ബോക്സിലും 10 പെട്ടികളും വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അഥവാ 10 പെൻസിലുകളാണ് ഒരു പാക്കറ്റിലുള്ളത്. ഒരു പാക്കറ്റിൽ 10 പാക്കറ്റുകൾ ഒരു പെട്ടിയിൽ വെക്കും. ഇനി നമ്പർ ഓഫ് പെൻസിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് പെൻസിൽസ് എന്ന് പറയുന്നത് 10 ആണല്ലേ. 10 പെൻസിൽസ് ആണുള്ളത്. നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ എത്രയാണുള്ളത്? 10 ആണുള്ളത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു പെട്ടിയിൽ എത്ര പെൻസിൽ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, ഇത് ഒരു പെൻസിലിൻ്റെ പെട്ടിയാണ്. ഇതിൽ 10 എണ്ണം ഉണ്ട്. ഓക്കെ, ഇത് വലിയ ഒരു പെട്ടിയാണ്, ഒരു ബോക്സ് ആണ്. ഇതിലെന്തുണ്ട്? ഇതുപോലെയുള്ള 10 എണ്ണം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെൻസിൽസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് കാണാം? ഒരു പെട്ടിയിൽ 10 പെൻസിൽ, രണ്ടാമത്തെ പെട്ടി വെച്ചു, മൂന്നാമത്തെ പെട്ടി, നാലാമത്തെ പെട്ടി, അഞ്ചാമത്തെ, 6, 7, 8, 9, 10. ഇനി ഇതെല്ലാം കൂടെ എത്രയാണ് കൂട്ടുകാരെ ഉള്ളതെന്ന് നോക്കിയാൽ മതി അല്ലേ. എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? 100 ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ആകെ 100 പെൻസിൽസ് ആണ് അവിടെ ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് സി ഹൗ ദ പെൻസിൽസ് ആർ ബോക്സ്ഡ്. എങ്ങനെയാണ് പെൻസിലുകളെ പെട്ടിയിലാക്കിയിട്ടുള്ളത് എന്ന് നോക്കൂ. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് പെൻസിൽസ് ഇൻ ദ എംപ്റ്റി സെൽസ് ഓഫ് ദ ടേബിൾ ബിലോ. അപ്പോൾ ഇതിൽ എന്താണ്? ഓരോന്നും എത്രയുണ്ടെന്ന് നമുക്ക് എഴുതി കൊടുക്കണം. ആദ്യത്തേതിൽ എത്രയാണ്? ആദ്യത്തേതിൽ ഒരു പെട്ടിയാണുള്ളത് അല്ലേ. അപ്പോൾ ഒരു പെട്ടിയിൽ എത്ര ഉണ്ടായിരിക്കും? 100 പെൻസിൽസ് ഉണ്ടായിരിക്കും. കാരണം 10 പെൻസിലിൻ്റെ ബോക്സസ് ആണ് ഒരു പെട്ടിയിലുള്ളത്. രണ്ടാമത്തേൽ ഈ ഒരു പെട്ടിയിൽ 100 എണ്ണം, ഇതിൽ 100 എണ്ണം. അപ്പോൾ 100 + 100 എന്ന് പറയുന്നത് 200. ഓക്കെ, അടുത്തത് 100, 200, 300, 400, 500. അപ്പോൾ അടുത്തതിൽ 500 ഉണ്ടായിരിക്കും. നെക്സ്റ്റ് 100, 200, 300, 400 ഉണ്ടായിരിക്കും. അടുത്തത് നോക്കൂ. 100, 200, 300, 400, 500, 600. അപ്പോൾ 600 പെൻസിൽ നെക്സ്റ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് 100, 200, 300. എത്രയാണ്? 300. നെക്സ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ എത്രയാണ്? 800. നെക്സ്റ്റ് 1, 2, 3, 4, 5, 6, 7. 7 ആവുമ്പോൾ 700. നെക്സ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 900. ഓക്കെ, അപ്പോൾ ഒരു ബോക്സിൽ എത്രയാണ്?
100 പെൻസിൽസ് ഉണ്ടായിരിക്കും. ഹൗ മെനി പെൻസിൽസ് വുഡ് ബി ദർ ഇൻ 10 ബോക്സസ്? അങ്ങനെയാണെങ്കിൽ 10 ബോക്സിൽ എത്ര ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 9 ബോക്സിൽ 900 ആണ്. അപ്പോൾ 10 ബോക്സ് ആകുമ്പോൾ അതിൻ്റെ കൂടെ 100 കൂടെ പ്ലസ് ചെയ്യണം. അപ്പോൾ 900 പ്ലസ് 100 എത്രയാണ്? 900 പ്ലസ് 100 എത്രയാണ് കൂട്ടുകാരെ? യെസ്, എത്രയാണ്? 1000 ആണ്. അപ്പോൾ അവിടെ ഉത്തരം എന്ന് പറയുന്നത് 1000. ക്ലിയർ അല്ലേ? സോ ലെറ്റ്സ് മൂവ് ദ നെക്സ്റ്റ് വൺ. മെൻമ സ്റ്റോർ ആണ്. ഓക്കെ, മെൻമ സ്റ്റോറിൽ എത്തുകയാണ്. മെൻമ സ്റ്റോർ വാണ്ട്സ് 1000 പെൻസിൽ. അപ്പം മെൻമ സ്റ്റോറിന് ഒരു 1000 പെൻസിൽസ് വേണം. മിൻഹ ആൻഡ് ഹെർ ഫാദർ പാക്ക്ഡ് 2 ബാഗ്സ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ബോക്സസ് ഇൻ ഈച്ച്. അങ്ങനെ മിൻഹയും അച്ഛനും കൂടെ 2 ബാഗുകളിലായിട്ട് ഈക്വൽ ആയിട്ട് പെൻസിൽസ് വെച്ചു. ദെൻ ഹൗ മെനി പെൻസിൽസ് വേർ ദർ ഇൻ ഈച്ച് ബാഗ്? അങ്ങനെയാണെങ്കിൽ 2 പേരുടെയും ബാഗിൽ എത്ര പെൻസിൽസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മിൻഹ പറയുന്നുണ്ട് അവിടെ സോ ഹെവി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഹിയർ ലെറ്റ് മീ ഷിഫ്റ്റ് സം ഓഫ് ദ പെൻസിൽ ബോക്സസ് ടു ഹിയർ. എന്താ പറയുന്നത്? കുറച്ച് പെൻസിൽ ബോക്സ് ഇതിലേക്ക് മാറ്റാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകെ എത്രയാണ് കൂട്ടുകാരെ ഉള്ളത്? 1000 ആണുള്ളത് അല്ലേ. 1000 ആണുള്ളത്. അപ്പോൾ 1000നെ എന്ത് ചെയ്തു? ഹാഫ് ആൻഡ് ഹാഫ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1000ൻ്റെ പകുതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. 500 പ്ലസ് 500 ആണ് 1000 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 500 ഉണ്ടായിരിക്കും, ഇതിലും 500 ഉണ്ടായിരിക്കും. ദെൻ ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്സ്? ഇവിടെ ഓരോ ബാഗിലും എത്ര പെൻസിൽസ് ഉണ്ടെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഫൈൻഡ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് നോക്കൂ, ഇവിടെ 300ഉം 700ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ 300 പ്ലസ് 700 ഈക്വൽ ടു 1000 ആണ്. ഇനി അടുത്ത 1000 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 100 ഇവിടെ തന്നിട്ടുണ്ട്. 1000 ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നും 1000 മൈനസ് 100 ചെയ്ത് നോക്കുക. എത്രയാണ്? 900. അപ്പോൾ ഇവിടെ എത്രയാണ്? 900. അപ്പോൾ ഈ ബാഗിലുള്ളത് 900 പെൻസിൽസ് ആണ്. അടുത്ത 1000നെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും കൂട്ടുകാരെ? അടുത്തൊരു വേ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. 200 പ്ലസ് 800 ആണ് 1000 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 400 പ്ലസ് 600 ആണ് 1000 എന്ന് പറയുന്നത്. ഈ ബാഗിൻ്റെ മുകളിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക, മറന്നു പോകരുത്. ടീച്ചർ മറന്ന പോലെ നിങ്ങളും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 1000നെ പല രീതിയിലും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് നെന്മ സ്റ്റോറി എന്നുള്ളതാണ്. They gave 800 pencils to Nenma store in 2 bags. എന്താണ്? നെന്മ സ്റ്റോറിലേക്ക് അവർ 800 പെൻസിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ കൊടുത്തത്? 2 ബാഗുകളിലാക്കിയിട്ടാണ് കൊടുത്തത്. ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്? അപ്പോൾ ഓരോ ബാഗിലും എത്ര പെൻസിൽസ് ഉണ്ടായിരിക്കും? കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. താഴെ തന്നിട്ടുള്ള ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബാഗിൽ 400ഉം അടുത്ത ബാഗിൽ 400ഉം വെച്ചിട്ട് എന്ത് ചെയ്തു? 800 ആക്കി കൊടുത്തു. ഇനി അടുത്ത ബാഗിൽ 100 കൊടുത്തു. മറ്റേ ബാഗിൽ എത്ര ഉണ്ടായിരിക്കും കൂട്ടുകാരെ? എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ടോട്ടൽ എന്ന് പറയുന്നത് 800 ആണല്ലേ. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ 100 മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ്? 700. അപ്പോൾ ഈ ബാഗിൽ 700 ഉണ്ടായിരിക്കും. ഇനി അടുത്തത് 800 ആണ്. അതിനെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമ്മളായിട്ട് എഴുതുകയാണ് വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു 200ഉം അതുപോലെ തന്നെ 600ഉം ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, 200ഉം 600ഉം ആക്കി കൊടുക്കാം. ഇനി അടുത്ത ബാഗിൽ 500ഉം 300ഉം വെച്ച് കൊടുക്കാം. അപ്പോഴും എത്രയായി? 800 ആയി. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 800 ആവണം എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഹൺഡ്രഡ്സ്. എന്താണ്? ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ളത് 700 ആണ്. 700നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 300 പ്ലസ് 400 എന്ന് പറയുന്നത് 700 ആണ്. പിന്നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം കൂട്ടുകാരെ? 700നെ നമുക്ക് 500 പ്ലസ് 200 ചെയ്യാം. അപ്പോഴും 700 തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വേ എന്ന് പറയുന്നത് 100 പ്ലസ് 600 ആണ്. 100 പ്ലസ് 600 എന്ന് പറയുന്നത് 700 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. ടീച്ചർ പറയുന്ന പോലെ തന്നെ എഴുതണം എന്നില്ല. പക്ഷെ രണ്ടും കൂടെ കൂട്ടിയാൽ 700 കിട്ടണമെന്ന് മാത്രം. നെക്സ്റ്റ് വണ്ണ് 900 ആണ്. 900നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? 900നെ നമുക്ക് 800 പ്ലസ് 100 ചെയ്യാം. 800 പ്ലസ് 100 എത്രയായി? 900 ആയി. അതേപോലെ തന്നെ 600 പ്ലസ് 400 എന്ന് പറയുന്നത് 900 ആയി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 500 എടുക്കാം അല്ലേ.
500 പ്ലസ് 400 എന്ന് പറയുന്നത് 900 ആണ്. ഇനി അടുത്തൊരു വേ എന്ന് പറയുന്നത് നമുക്ക് 450 പ്ലസ് 450 എന്ന് പറയുന്നതും 900 ആണ്. 400 എന്ന് പറയുന്നത് 800 ആണ്. 50 പ്ലസ് 50 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ടോട്ടൽ 900 ആയി. ഇനി അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് 600 ആണ്. 600ന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ആദ്യം നമുക്ക് 300 പ്ലസ് 300 എഴുതാം. അതുപോലെ തന്നെ 500 പ്ലസ് 100 എഴുതാം. 400 പ്ലസ് 200 എഴുതാം. ഓക്കെ, ഇതൊക്കെ 600 ആവാനുള്ള വേ ആണ്. ഇനി ഈക്വൽ സ്പ്ലിറ്റ് ആണ്. ഈക്വൽ ആയിട്ട് രണ്ടും ഒരേപോലെ തന്നെ വേണം, രണ്ട് സംഖ്യകളും ഒരേപോലെ വേണം. ഫോർ എക്സാമ്പിൾ 100 പ്ലസ് 100 എന്ന് പറയുന്നത് 200 ആണ് അല്ലേ. അപ്പോൾ അവിടെ 100ഉം 100ഉം എന്താണ്? ഈക്വൽ ആയിട്ടുള്ളതാണ്. 250 അതിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 500 കിട്ടുന്നത്? സെയിം 250 കൂട്ടുമ്പോഴാണ്. 300 എന്ന് പറയുന്നത് 600 ആണ്. ഇനി 700 കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം കൂട്ടുകാരെ? 700 കിട്ടണമെങ്കിൽ 350 പ്ലസ് 350 ചെയ്താൽ 700 കിട്ടും. 900 കിട്ടണമെങ്കിലോ? 900 കിട്ടണമെങ്കിൽ 450 പ്ലസ് 450 ഇതാണ് അതിൻ്റെ ഈക്വൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എ മിസ്റ്റേക്ക് ആണ്. മിൻഹ വാസ് ആസ്ക്ഡ് ടു പാക്ക് 870 പെൻസിൽസ് ഫോർ ദ സ്കൂൾ. എന്താണ്? മിൻഹ സ്കൂളിലേക്ക് 870 പെൻസിൽസുകൾ പാക്ക് ചെയ്യുകയാണ്. ഇൻ ദ പാക്കറ്റ്സ് ഓഫ് 100 10 അവൾ 100ൻ്റെയും 10ൻ്റെയും പാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഷീ ഫിൽഡ് 7 പാക്കറ്റ്സ് ഓഫ് 100, 8 പാക്കറ്റ്സ് ഓഫ് 10. അവൾ എന്ത് ചെയ്തു? 100ൻ്റെ 7 പാക്കറ്റ്സും 10ൻ്റെ 8 പാക്കറ്റ്സുമാണ് ഫില്ല് ചെയ്തത്. ഹൗ മെനി ഡിഡ് ഷീ പാക്ക് ഇൻ ഓൾ? ഇപ്പോൾ അവൾ എത്രയാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്? ഹൗ മെനി മോർ ആർ ദർ ടു ബി പാക്ക്ഡ്? ഇനി എത്ര പൈസ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വായിച്ചപ്പോൾ എന്താ മനസ്സിലായിട്ടുള്ളത് കൂട്ടുകാരെ? ആകെ പെൻസിൽ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ പെൻസിൽ വേണ്ടത്, ടോട്ടൽ പെൻസിൽസ് 870 ആണ്. ഓക്കെ, ഇനി ഇവിടെ മിൻഹ ചെയ്തിട്ടുള്ളത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. മിൻഹ ചെയ്തത് 700ൻ്റെ അല്ലേ, 100ൻ്റെ 7 പാക്കാണ്. അഥവാ 7 × 100 എന്ന് പറയുന്നത് 700 ആണ്. അതുപോലെ തന്നെ 10ൻ്റെ 8 പാക്കാണ്. അപ്പോൾ 80. 70 പ്ലസ് 80 എന്ന് പറയുന്നത് 780 ആണ് മിൻഹ ഇപ്പോൾ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇനി എത്രയാണ് ഇനി ബാക്കിയുള്ളത് എന്ന് നമ്മൾ ആദ്യം കണക്കാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 870 മൈനസ് 780 ചെയ്തു നോക്കണം. അപ്പോൾ എത്രയാണ് കൂട്ടുകാരെ കിട്ടുക? 90. അപ്പം ഇനി എത്ര വേണം? ഇനി 90 പാക്കറ്റ്സും കൂടെ ആവശ്യമായിട്ടുണ്ട്. നെക്സ്റ്റ് പെൻഷൻ. 100 rupees ടു മിൽക്ക് മാൻ. മുത്തശ്ശി പറയാണ് മിൽക്ക് മാന് 200 rupees കൊടുക്കണം. 500 rupees ടു ദ ഗ്രോസറി. ഗ്രോസറിക്ക് 500 rupees കൊടുക്കണം. 10 rupees ടു മിൻഹ. മിൻഹക്ക് 100 രൂപ കൊടുക്കണം. ഹൗ മച്ച് ഇൻ ഓൾ? അപ്പോൾ എത്രയാണ് ആകെ മുത്തശ്ശിക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ 200 ആണ് നമ്മുടെ പാൽക്കാരൻക്ക്, മിൽക്ക് മാന് കൊടുക്കുന്നത് 200. 500 ആണ് ഗ്രോസറിക്ക് കൊടുക്കുന്നത്. 100 ആണ് മിൻഹക്ക് കൊടുക്കുന്നത്. 500 പ്ലസ് 200 എന്ന് പറയുന്നത് 700. ദെൻ 100 എന്ന് പറയുന്നത് 800. അപ്പോൾ മുത്തശ്ശിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 800 ആണ്. ഐ വിൽ ഡെപ്പോസിറ്റ് ദ 100 rupees ഗ്രാൻഡ്മ ഗിവ് മീ ഇൻ മൈ പിഗ്ഗി ബാഗ്. എന്താണ്? അപ്പം മിൻഹ പറയാണ് എനിക്ക് മുത്തശ്ശി തന്ന 100 രൂപ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പിഗ്ഗി ബാഗിലിടും, എൻ്റെ കുടുക്കയിലിടും എന്ന് പറയാണ്. ഐ വിൽ ഗീവ് യു 1 rupee ഈച്ച് ഡേ. അപ്പോൾ അച്ഛൻ പറയാണ് എല്ലാ ദിവസവും നിനക്ക് ഞാൻ 1 രൂപ വെച്ച് തരാമെന്ന് പറയാണ്. ഓക്കെ, മിൻഹ റോട്ട് ഇൻ എ കാർഡ് ഹൗ മച്ച് ഷീ ഹാഡ് ഇൻ ഹെർ മണി ബോക്സ് ഈച്ച് ഡേ. അപ്പോൾ ഓരോ ദിവസവും അവൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് എന്നുള്ളത് അവൾ എന്ത് ചെയ്യാണ്? ഒരു കാർഡിൽ എഴുതിയിരിക്കുകയാണ്. അത് നമ്മളുടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് മിൻഹ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് എത്ര രൂപയാണ് മിൻഹയുടെ കയ്യിലുള്ളത്? 100 rupees ആണ്. അപ്പോൾ അവിടെ യൂസിങ് പ്ലേസ് വാല്യൂ കാർഡ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? 100 എന്ന് ഇതേപോലെ പ്ലേസ് വാല്യൂവിൽ എഴുതുക. എമൗണ്ട് എന്ന് പറയുന്നത് 100 ആണ്. സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും ആ 100ൻ്റെ കൂടെ ഒരു 1ഉം കൂടെ അച്ഛൻ കൊടുത്തു അല്ലേ, ഡാഡ് കൊടുത്തു. അപ്പോൾ അവിടെ എന്താണ്? 100 + 1 എന്ന് പറയുന്നത് 101 ആയിട്ട് മാറും. ഇനി ഫിഫ്ത്ത് ഡേ ആയപ്പോഴോ
സെക്കൻഡ് ഡേ ആയപ്പോൾ 1 ആണ് കൊടുത്തത്. ഫിഫ്ത്ത് ഡേ ആയപ്പോൾ എത്രയായിരിക്കും? ആദ്യം നമുക്ക് ഈ 100ൻ്റെ ഇത് ഇതേപോലെ കൂട്ടുകാർ വരയ്ക്കുക. അതിൻ്റെ കൂടെ എന്തും കൂടെ കിട്ടിയിട്ടുണ്ടായിരിക്കും? ഫിഫ്ത്ത് ഡേ ആയപ്പോഴേക്കും സെക്കൻഡ് ഡേ 1 കിട്ടി, തേർഡ് ഡേയും 1 കിട്ടി, അപ്പോൾ 2 ആയി. ദെൻ ഫോർത്ത് ഡേയും 1 കിട്ടി, അപ്പോൾ 3 ആയി. ഫിഫ്ത്ത് ഡേ ആയപ്പോഴേക്കും അത് 4 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇപ്പോഴും എത്രയായിരിക്കും എമൗണ്ട്? 100 + 4 എന്ന് പറയുന്നത് 104 ആയിട്ട് മാറി. ഇനി സിക്സ്ത് ഡേ ആയപ്പോഴേക്കോ ഈ 100ൻ്റെ കൂടെ സിക്സ്ത് ഡേ ആയപ്പോഴേക്കും ഫിഫ്ത്ത് കഴിഞ്ഞ അടുത്തത് 6th ആണ്, അപ്പോൾ 5 ആയിട്ട് മാറി. അപ്പോൾ 100 + 5 എത്രയാ? 105. ദെൻ 18th ഡേ ആണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. 8th ഡേ ആണ്. 8th ഡേ ആയപ്പോഴേക്കും 6th ഡേ 5 കിട്ടി. ദെൻ 7th ഡേ അത് 6 ആയിട്ട് മാറി. 8th ഡേ ആയപ്പോഴേക്കും അത് 7 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ 100 + 7 എത്രയാ? 107. ദെൻ നെക്സ്റ്റ് 9th ഡേ ആണ്. 9th ഡേ ആയപ്പോഴേക്കും അത് 8th ആയിട്ട് മാറി. അപ്പോൾ 100 + 8 എന്ന് പറയുന്നത് 108. ദെൻ 10th ഡേ ആയപ്പോഴേക്കോ 100 ഉണ്ടായിരുന്നു മുത്തശ്ശി തന്നത്, അച്ഛൻ തന്നത് 9 ആയിട്ട് മാറി. അപ്പോൾ 100 + 9 എന്ന് പറയുന്നത് 109. ദെൻ 11th ഡേ ആയപ്പോഴേക്കോ അത് 10 rupees ആയിട്ട് മാറി. ദെൻ 100 + 10 എന്ന് പറയുന്നത് 110 ആയിട്ട് മാറി. ദെൻ ഹൗ മെനി ഓൺ ദ 21st ഡേ? 11th ഡേയിൽ 10 rupees ആണ് ഉണ്ടായിരുന്നത്. ദെൻ 21st ഡേയിലേക്ക് എത്രയായിരിക്കും? അത് 20 rupees ആയി മാറും അല്ലേ? അപ്പോൾ 100 + 20 എന്ന് പറയുന്നത് 120. ദെൻ ഹൗ മെനി ഓൺ ദ 54th ഡേ? അപ്പോൾ 54th ഡേ എന്ന് പറയുന്നത് അപ്പോഴേക്കും എത്ര രൂപയാവും? അപ്പോൾ നമുക്ക് മനസ്സിലായി 21st-നേക്കാൾ 1 മൈനസ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ആ എമൗണ്ട് കിട്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ 54th നിന്നും 1 മൈനസ് ചെയ്താൽ പോലെ, അപ്പോൾ എത്രയാണ്? 53 ആണല്ലേ. 53യുടെ കൂടെ മുത്തശ്ശി തന്ന 100 കൂടെ വരുമ്പോൾ 153 ആയിട്ട് മാറും. 153. ഓക്കെ, The next one health survey ആണ്. A health survey is being conducted. എന്താണ്? ഹെൽത്ത് സർവേ കണ്ടക്ട് ചെയ്യുകയാണ്. They visit houses in the order of their numbers. അപ്പോൾ നമ്പേഴ്സ് അനുസരിച്ചിട്ടാണ് ഓരോ വീടുകളും അവർ വിസിറ്റ് ചെയ്യുന്നത്. They reach Minha's home and the house number is 296. അപ്പോൾ അവർ മിൻഹയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ 296 ആണ് അവരുടെ വീട്ട് നമ്പർ എന്ന് പറയുന്നത്. Write the numbers of the houses they are going to visit next. അപ്പോൾ അവർ അടുത്ത് പോകാനിടയുള്ള വീടുകളുടെ നമ്പർ നമ്മളുടെ അടുത്തൊന്ന് എഴുതാനാണ് പറഞ്ഞത്. യു ക്യാൻ ഓൾസോ കളർ ദ ഹൗസസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മിൻഹയുടെ വീട് ആദ്യം കണ്ടുപിടിക്കണം. മിൻഹയുടെ വീട് എവിടെയാണ്? ഇവിടെയാണല്ലേ. അപ്പോൾ മിൻഹയുടെ വീടിൻ്റെ നമ്പർ കിട്ടി. ഇനി ഇതനുസരിച്ചാണ് നമ്മൾ നമ്പർ എഴുതേണ്ടത്. അടുത്ത വീട് ഇതാണ്. അപ്പോൾ അവിടെ എത്രയായിരിക്കും? അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 297 ആയിരിക്കും. ഇനി ഇതാണ് 298 വരും. ദെൻ 299. ദെൻ നെക്സ്റ്റ് വീട് എന്ന് പറയുന്നത് ഇതാണ് 300 വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് 301 വരും. 302, 303, 304, ദെൻ 305, 306, 307. അടുത്തതോ 308, 309, 310, 311. ഇങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രൈസ് ഓഫ് പെൻസിൽസ് ആണ്. Anne bought a box of pencils from the factory where Minha's father's shop. എന്താണ്? മിൻഹയുടെ ഫാദറിൻ്റെ ഷോപ്പിൽ നിന്നും അനയി ഒരു പെട്ടി പെൻസിൽ വാങ്ങിച്ചു. ദ പ്രൈസ് വാസ് 300 rupees. അപ്പോൾ അതിന് 300 രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇൻ വാട്ട് ഡിനോമിനേഷൻസ് വുഡ് he have given the following notes are coins. അപ്പോൾ ഇതിൽ നിന്നും ഏതൊക്കെ കോയിൻസും നോട്ട്സൊക്കെ ആയിരിക്കും നമ്മുടെ മിൻഹയുടെ അച്ഛന് കൊടുത്തിട്ടുണ്ടാവുക അനൈ? ഏതൊക്കെയായിരിക്കും കൂട്ടുകാരെ? ടോട്ടൽ വേണ്ടത് ഏതാണ്? എത്ര രൂപയാണ്? 300 rupees ആണ് വേണ്ടത് അല്ലേ? 300 rupees ആണ് വേണ്ടത്. അപ്പോൾ അതിന് 200 കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു 200 കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു 100 കൂടെ കൊടുക്കും. അപ്പോൾ എത്രയായി? 300 ആയി. അപ്പോൾ ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക അവരെങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഐഡിയക്ക് അനുസരിച്ച് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
ഈച്ച് നോട്ട് ആൻഡ് കോയിൻ ഇൻ ദ പിക്ചർ ഈസ് ടേക്കൻ ടുഗെദർ ഹൗ മച്ച് റുപ്പീസ് വുഡ് ഇറ്റ് ബി. അപ്പോൾ ഈ നോട്ട്സും കോയിനൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കണം. ഏതൊക്കെയാണ്? 1 500, ദെൻ 200, 100, പിന്നെയോ പിന്നെ അടുത്തത് 50, 20, 10, പിന്നെ 5, 2, ദെൻ 1. ഇത്രയുമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇവിടെ എത്ര വരും? ഇവിടെ 8 വരും. ദെൻ ഇവിടെ നോക്കൂ, 5 2 7 ആയി, 7 1 8 ആയി, ദെൻ 5 2 7, ദെൻ 8. അപ്പോൾ എത്രയായി ടോട്ടൽ? 888 ആയി അല്ലേ. ക്യാൻ യു ഡ്രോ ഇൻ ദ അബാക്കസ്? അപ്പോൾ എന്താണ് ഇത്? അബാക്കസിൽ വരക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞത്. ഇവിടെ 100 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് വരക്കണം? 100ൻ്റെ അവിടെ 8 ഇത് വരച്ചു കൊടുക്കാം. 1 2 3 4 5 6 7 8. ഇനി 10ലും വരുന്നത് 8 തന്നെയാണ്. അപ്പോൾ 1 2 3 4 5 6 7 8. ഇനി 1ൻ്റെ സ്ഥാനത്തോ? 1ലും വരുന്നത് എത്രയാണ്? 8 ആണ്. 1 2 3 4 5 6 7 8. ഇപ്പോൾ ഇത് എത്രയായി? 888 ആയിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അബാക്കസ് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് വണ്, വാട്ട് ഈസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? ഈ അബാക്കസിൽ കാണുന്ന നമ്പർ ഏതാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. 100ൻ്റെ സ്ഥാനത്ത് 1 2 ആണുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 2 എഴുതി കൊടുക്കാം. 10ലുള്ളത് 1 2 3 4 5 6 ആണ്. അപ്പോൾ 6 വരും. 1ലുള്ളത് 1 2 3 ആണ്, 3 വരും. അപ്പോൾ എത്രയാണ്? 263 എന്ന് വരും. നെക്സ്റ്റ് വണ്, വാട്ട് ഈസ് ദ നമ്പർ? അടുത്തവും ഇത് തന്നെയാണ്. ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് 3 ആണുള്ളത്. 10ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് 0 കൊടുക്കാം. 1ൻ്റെ സ്ഥാനത്ത് 1 ആണുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയായി? 301 ആയിട്ട് മാറി. ഡ്രോ ദ ബേർഡ്സ് ടു ഷോ എനി നമ്പർ യു ലൈക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ഈ അബാക്കസ് ഇവിടെ വരച്ചു കൊടുക്കാനാണ്. നമുക്ക് ഏത് കൊടുക്കാം? നമുക്ക് ഒരു 100ൻ്റെ സ്ഥാനത്ത് ഒരു 4 കൊടുക്കാം. ഓക്കെ, 1 2 3 4 ഇവിടെ എഴുതി കൊടുക്കാം 4. 10ൻ്റെ സ്ഥാനത്തും ഒരു 3 കൊടുക്കാം. 1 2 3. ഓക്കെ, 3 എഴുതുക. 1ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൊടുക്കണ്ട, അപ്പോൾ 0 എഴുതുക. അപ്പോൾ എത്രയാണ്? 430 ആണ്. ദെൻ ഡ്രോ ബേർഡ്സ് ടു മേക്ക് എ 764 ഇൻ ദിസ് പിക്ചർ. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു 764 നിങ്ങളുടെ അടുത്ത് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വരക്കണം? ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു അബാക്കസ് വരയ്ക്കുക. എന്നിട്ട് അതിൽ 100 10 1s. ഓക്കെ, ഇത് 100 ആണ്, ഇത് 10 ആണ്, ഇത് 1s ആണ്. എന്നിട്ട് 100ൻ്റെ അവിടെ എത്ര ബേർഡ്സ് വരച്ചു കൊടുക്കണം? ഇവിടെ 7 ആണ് അല്ലേ. 7 വരച്ചു കൊടുക്കുക. 1 2 3 4 5 6 7. ഓക്കെ, 7 വരച്ചു കൊടുക്കുക. ദെൻ 10ൻ്റെ അവിടെ 6 വരച്ചു കൊടുക്കുക. 1 2 3 4 5 6 വരച്ചു കൊടുക്കുക. ഇനി 1ൻ്റെ അവിടെ 4 ആണ് വരയ്ക്കേണ്ടത്. 1 2 3 4ഉം വരച്ചു കൊടുക്കുക. ഇതുപോലെ 764 നമുക്ക് അബാക്കസിൽ വരയ്ക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, എ ചെക്ക് എന്നുള്ളതാണ്. ലുക്ക് അറ്റ് ദ ചെക്ക് മിൻഹാസ് ഫാദർ റോട്ട്. മിൻഹയുടെ ഫാദർ എഴുതിയ ഒരു ചെക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദ എമൗണ്ട് ഈസ് റിട്ടൺ ഓൺലി ഇൻ വേർഡ്സ്. എമൗണ്ട് എന്താ ചെയ്തിട്ടുള്ളത്? വേർഡ്സിലാണ് എഴുതിയിട്ടുള്ളത്. റൈറ്റ് ഇറ്റ്സ് ആസ് എ നമ്പർ. അപ്പോൾ ഇത് നമ്പറായിട്ട് എഴുതണം. ഇവിടെ എത്രയാണ് കൂട്ടുകാരെ എമൗണ്ട് എന്ന് പറയുന്നത്? 1000 ആണല്ലേ. 1000 എങ്ങനെയാണ് നമ്മൾ നമ്പറിൽ എഴുതുക? യെസ്, എങ്ങനെ എഴുതുക? നമ്മൾ എഴുതേണ്ടത് 1 എഴുതുക, ദെൻ 3 zeros എഴുതുക. അപ്പോൾ നമുക്ക് 1000 ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളതാണ്. ഇവിടെ എന്തുണ്ട്? കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് ചിലത് വേർഡ്സ് ഉണ്ട്, ചിലത് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതാണോ മിസ്സായിട്ടുള്ളത് കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ 125 ആണ്. ആദ്യത്തേത് 125 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് 405 തന്നിട്ടുണ്ട്. അപ്പോൾ 405 എന്ന നമ്പറാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ 890 ആണ്. അപ്പോൾ 890 എന്ന് എഴുതുക. ദെൻ 342 ആണ്. 342 എന്നാണ് 342 നമ്പറിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 617 ആണ്. നെക്സ്റ്റ് അതിനുശേഷം 550, ദെൻ 261. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് കൂട്ടുകാർ എഴുതി കൊടുക്കേണ്ടത്.
നെക്സ്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. ലുക്ക് അറ്റ് ദി പേ ഇൻ സ്ലിപ്പ് ഓഫ് എ ബാങ്ക്. എന്താണ്, താഴെ നമുക്ക് ഒരു ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്നും തരുന്ന സ്ലിപ്പാണ് തന്നിട്ടുള്ളത്. വി ഹാവ് ടു റൈറ്റ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് ഡിനോമിനേഷൻ ആൻഡ് ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഡിനോമിനേഷൻ അഥവാ ഓരോന്നിൻ്റെയും നമ്പർ എത്രയുണ്ടെന്ന് എഴുതണം, അതിൻ്റെ എമൗണ്ടും എഴുതി കൊടുക്കണം. മിൻഹാസ് ഫാദർ ഗേവ് 6 നോട്ട്സ് ടു ഡെപ്പോസിറ്റ് 800 റുപ്പീസ്. അപ്പോൾ മിൻഹയുടെ ഫാദർ 800 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി 6 നോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാട്ട് നോട്ട്സ് വുഡ് ഹി ഹാവ് ഗിവൺ. അപ്പോൾ ഏതൊക്കെ നോട്ട്സാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോകുമ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ലിപ്പാണ് നിങ്ങൾക്ക് തരിക. അതിൽ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം, ഡേറ്റ്, അതുപോലെ തന്നെ ബാങ്ക് ഏതാണ്, അതിൻ്റെ ബ്രാഞ്ച് ഏതാണ്, ചെക്ക് നമ്പർ എത്രയാണ്, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, ടോട്ടൽ എത്രയാണ്, അത് വേർഡ്സിലും നമ്പേഴ്സിലും ഒക്കെ എഴുതണം. ഡെപ്പോസിറ്ററിൻ്റെ നെയിമും സൈനും വേണം. ഓരോ ഡിനോമിനേഷനും എത്രയാണ് കൊടുത്തിട്ടുള്ളത്, എത്രയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ എഴുതണം. അപ്പോൾ നമുക്കിവിടെ 800 ആണുള്ളത്, അതാവാൻ വേണ്ടി 6 നോട്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ ഏതൊക്കെ എടുത്തിട്ടുണ്ടാവും, 200ൻ്റെ 2 എടുത്തിട്ടുണ്ടാവും. 202 എന്ന് പറയുന്നത് 400 ആയി. ഇനി എത്ര വേണം നമുക്ക്, 400ഉം കൂടെ വേണം അല്ലേ. അപ്പോൾ 100ൻ്റെ 4ഉം കൂടെ എടുത്തിട്ടുണ്ടാവും. 4ഉം 2 ആകുമ്പോൾ 6 നോട്ട്സ് ആയി. ഇവിടെ എത്രയായി, 400 ആയി. ടോട്ടൽ എത്രയാണ് കൂട്ടുകാരെ, 800. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് 800 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ വേർഡ്സിൽ എന്ത് എഴുതണം, 800 എന്ന് എഴുതണം. 800. ഓക്കെ, ഇങ്ങനെയാണ് ഇത് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ നമ്പർ ഓഫ് നോട്ട്സ് ആണ്. ഐ ഹാവ് 370 റുപ്പീസ് റിമൈനിങ്. എന്താണ്, എൻ്റെ അയാളുടെ കൈവശം 370 റുപ്പീസ് ഇനി റിമൈൻഡ് ആയിട്ടുണ്ട്, ബാക്കിയായിട്ടുണ്ട്. ദ നമ്പർ ഓഫ് നോട്ട്സ് ഇൻ ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ദിസ് നമ്പർ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര നോട്ടുകൾ ഉണ്ടായിരിക്കും. വാട്ട് നോട്ട്സ് ഡു ഐ ഹാവ്, ഏതൊക്കെ നോട്ടുകളാണ് അയാളുടെ അടുത്തുള്ളത്. ആൻഡ് ഹൗ മെനി ഓഫ് ഈച്ച്, ഓരോന്നും എത്ര ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം 100 നോട്ട്സ് എത്ര ഉണ്ടായിരിക്കും, 100 നോട്ട്സ് അയാളുടെ കയ്യിൽ 3 ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 10ൻ്റെ നോട്ട് 10 നോട്ട്സ് എത്ര ഉണ്ടായിരിക്കും, 10 നോട്ട്സ് അയാളുടെ കയ്യിൽ 7 ഉണ്ടായിരിക്കും. അപ്പോൾ 370 ആയിട്ട് മാറി. ഇനി സം 10 എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് 109 ഈസ് 1 + 0 + 9 = 10. എന്താണ് പറയുന്നത്, ഇവിടെ 109 എന്ന് പറയുന്നതിൻ്റെ സം എന്ന് പറയുന്നത് 10 ആണെന്നാണ് പറയുന്നത്. ഇതിനെങ്ങനെയാണ് സമ്മ് കാണുക, ഇതിനെ ഓരോന്നിനെയും ഓരോ ഡിജിറ്റായിട്ട് കാണാം. അഥവാ 1, 0, 9, ഇതിനെ 3ഉം കൂടെ കൂട്ടി നോക്കുക. ഇവിടെ 0 കൂട്ടാൻ പറ്റില്ല. 9 + 1 എന്ന് പറയുന്നത് 10 ആണ്. അടുത്തത് നമ്മൾ പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. വാട്ട് ഈസ് ദ സം ഓഫ് ഡിജിറ്റ് 118? 118ൻ്റെ ഡിജിറ്റ് സമ്മ് കാണണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 1 + 1 + 8 ആണ്. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. 2 + 8 എന്ന് പറയുന്നത് 10 ആണ്. നെക്സ്റ്റ് 127 ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 1 + 2 + 7 ആണ്. 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. 3 + 7 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ സം ഓഫ് ഡിജിറ്റ് 10? ഇവിടെ 10ൻ്റെ ഡിജിറ്റിലുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിറ്റ്വീൻ 100 and 200. 100 and 200ൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും 100 എന്നത് സമ്മ് വരുന്നത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം, എല്ലാ നമ്പേഴ്സും എഴുതി നോക്കണം, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ കൺഫേം ചെയ്യാം. ഒന്നാമത്തേത് 100ൻ്റെയും 200ൻ്റെയും ഇടയിൽ വരുന്നത്, ഒന്ന് വരുന്നത് 109 ആണ്. പിന്നെ വരുന്നത് 118 വരും, 127, 136, 145, 154, 163, 172, 181, 119. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമ്പേഴ്സ്, 10 നമ്പേഴ്സ് ആണ് വരുന്നത്. ഇനി അടുത്തത് ബിറ്റ്വീൻ 200 and 300 ആണ്. അതിൽ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 208, then 217, 226, 235, 244, 253, then 262, 271,
218. ഇത്രയും നമ്പേഴ്സാണ് വരുന്നത്. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? യെസ്, എത്രയാണ്? 9 നമ്പേഴ്സ് ആണുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 300 ബിറ്റ്വീൻ 300 and 400 ആണ്. അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് 307 ആണ്, ദെൻ 316 വരും, 325, 334, 343, 352, ദെൻ 361, 317. ഇത്രയുമാണ് വരുന്നത്. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 നമ്പേഴ്സ് ആണുള്ളത്. ഇനി അടുത്തത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഇൻ ഓൾ, അഥവാ 3 ഡിജിറ്റ് നമ്പേഴ്സിൽ എത്ര എണ്ണം ആകെ വരുന്നുണ്ടെന്ന് കണ്ടെത്തണം. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ബിറ്റ്വീൻ 100 and 200, ബിറ്റ്വീൻ 200 and 300, ദെൻ 300 and 400. ഇനി അടുത്തത് വരുന്നത് ഏതാണ്? അടുത്തത് വരുന്നത് 400 and 500 അല്ലേ? 4K and 5K. ഇതിൽ വരുന്നത് എത്രയാണ്? 7 ആണ് വരുന്നത്. ദെൻ അടുത്തതിൽ വരുന്നത് 6 ആണ്. അങ്ങനെ കുറഞ്ഞാണ് വരിക. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 100 and 200 വരുന്നത് 10 ആണ്, ദെൻ 200 and 300 വരുന്നത് 9 ആണ്, 300 and 400 വരുന്നത് 8 ആണ്, 400 and 500 വരുന്നത് 7 ആണ്, ദെൻ 500 and 600 വരുന്നത് 6 ആണ്, 600 and 700 വരുന്നത് 5 ആണ്, ദെൻ 700 and 800 വരുന്നത് 4 ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 800 and 900 വരുന്നത് 3 ആണ്, 900 and 1000 വരുന്നത് 2 ആണ്. ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 54 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ആകെയുള്ളത് 54 ആണ് 10 സമ്മായിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, I have 100 rupees and 10 rupee note and also 1 rupee coins. These make 456 rupees. What is the minimum number of notes and coins which make up 456 rupees? എന്താണ് പറയുന്നത്? ഈ കുട്ടിയുടെ കയ്യിൽ മിൻഹയുടെ കയ്യിൽ ഒരു 100ൻ്റെയും 10ൻ്റെ നോട്ടും അതുപോലെ 1 രൂപയുടെ ഒരു കോയിനും ഉണ്ട്. ഓക്കെ, ദീസ് മേക്സ് 456 റുപ്പീസ്. അങ്ങനെ എത്ര രൂപയുണ്ട്? 456 റുപ്പീസ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് ഈ നോട്ടുകളും ഇതുപോലെ കോയിൻസും ഉപയോഗിച്ച് എങ്ങനെയാണ് 456 രൂപയാക്കാൻ വേണ്ടി പറ്റുന്നത്? എങ്ങനെയാണ് കൂട്ടുകാരെ? അവിടെ 100 നോട്ട്സ് എത്ര ഉണ്ടായിരിക്കും? 100 നോട്ട്സ് എന്ന് പറയുന്നത് 4 ഉണ്ടായിരിക്കും. ദെൻ 10 നോട്ട്സ് എന്ന് പറയുന്നതോ 10 നോട്ട്സ് എന്ന് പറയുന്നത് 5 ഉണ്ടായിരിക്കും. ദെൻ 1 കോയിൻ എത്രയായിരിക്കും? 1 കോയിന് 6 ഉണ്ടായിരിക്കും. അപ്പോഴാണ് 456 ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ മച്ച് റുപ്പീസ് ഡസ് 600 റുപ്പി നോട്ട്സ്, 8 10 റുപ്പി നോട്ട്സ് ആൻഡ് 5 1 റുപ്പി കോയിൻസ്? അവിടെ 600 ആണുള്ളത്, ദെൻ 8 10 ആണുള്ളത്, 5 റുപ്പി ആണുള്ളത്. അപ്പോൾ എത്രയായി? 685 റുപ്പീസായി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് എമൗണ്ട് 400 റുപ്പി നോട്ട്സ് ആൻഡ് 9 1 റുപ്പി നോട്ട്സ്? 400 ആണ്, അവിടെ 10 പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളവിടെ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ദെൻ 9 റുപ്പി ആണുള്ളത്. അപ്പോൾ എത്രയാണ്? 409 ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 300 നമുക്ക് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ 300 റുപ്പീസ് അഥവാ 3ൻ്റെ 100 റുപ്പീസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അവിടെ 300 ആയിട്ട് മാറി. 10 റുപ്പീസിൻ്റെ നോട്ടാണ് എന്നുണ്ടെങ്കിൽ എത്ര വേണ്ടി വരും? 30 വേണ്ടി വരും. ഓക്കെ, 30 10 റുപ്പീസ് 10ൻ്റെ നോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് 300 ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി 20 റുപ്പി ആണെങ്കിലോ ഇവിടെ 10ൻ്റെ ഡബിൾ ആണ് 20 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 30യുടെ എന്തെടുത്താൽ മതി? ഹാഫ് എടുത്താൽ മതി. ഹാഫ് എന്ന് പറയുന്നത് 15 ആണ്. ഇനി 50 റുപ്പീസിൻ്റെ എത്ര എണ്ണം വേണ്ടി വരും? 50 റുപ്പീസിൻ്റെ 6 ആണ് നമുക്ക് വേണ്ടി വരുന്നത്. 5 റുപ്പീസ് ആണെങ്കിൽ അത് 60 വേണ്ടി വരും. ദെൻ 1 റുപ്പി ആണെങ്കിലോ 300 റുപ്പി. 300 ഓരോ നാണയങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ 300 രൂപ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. നെക്സ്റ്റ് കോർണർ പി ടി എ ആണ്. ഡാഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ ബനാനാസ്, ടുമോറോസ് കോർണർ പി ടി എ ഈസ് ഹിയർ. എന്താണ്? നാളത്തെ കോർണർ പി ടി എക്ക് അച്ഛൻ ബനാന വാങ്ങിക്കാൻ മറന്നു പോകരുതെന്നാണ് കുട്ടി പറയുന്നത്. ഫാദർ ബോട്ട് 6 കിലോഗ്രാം ഓഫ് ബനാന ഫോർ ദ കോർണർ പി ടി എ. അപ്പോൾ അച്ഛൻ അതിന് വേണ്ടിയിട്ട് എന്ത് വാങ്ങിച്ചു? 6 കിലോഗ്രാം ബനാന വാങ്ങിച്ചു. ദ പ്രൈസ് ഓഫ് ദ 1 കിലോഗ്രാം ഓഫ് ബനാന ഈസ് 50 റുപ്പീസ്. അപ്പോൾ 1 കിലോഗ്രാമിന് 50 റുപ്പീസ് ആണുള്ളത്. ഫാദർ ഗേവ് എ 100 റുപ്പി
നോട്ട് ആൻഡ് ഗോട്ട് 3 നോട്ട്സ് ഇൻ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് ബാക്ക്. അങ്ങനെ 500 രൂപ അച്ഛൻ കൊടുത്തു, ബാക്കി കിട്ടിയത് 3 തരത്തിലുള്ള നോട്ടുകളാണെന്നാണ് പറയുന്നത്. വാട്ട് നോട്ട് ഡിഡ് ഹി ഗെറ്റ്? അപ്പോൾ ഏതൊക്കെ നോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്ത് മനസ്സിലാക്കണം? എത്ര രൂപയാണ് ടോട്ടൽ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ നമ്മൾക്ക് അറിയാം 6 കിലോഗ്രാം ആണ് വാങ്ങിച്ചത്. 1 കിലോഗ്രാമിന് എത്രയാണ്? 50 റുപ്പീസാണ്. അപ്പോൾ 6 × 50 ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 50 എന്ന് പറഞ്ഞിട്ട് 6 പ്രാവശ്യം എഴുതിയിട്ട് ചെയ്താലും മതി. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. അപ്പോൾ 300 റുപ്പീസാണ് ബനാനാസിനായിട്ടുള്ളത്. ഡാഡ് കൊടുത്തിട്ടുള്ളത് 500 ആയിരുന്നു. അപ്പോൾ 300 കടക്കാരൻ എടുത്തിട്ട് ബാക്കി തന്നത് 200 ആണ്. അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ 200 ആക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ 3 തരം നോട്ടുകളാണ് വേണ്ടത്? നമുക്കിവിടെ 100ൻ്റെ നോട്ട് എടുക്കാം, ഒരെണ്ണം എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തെടുക്കാം? 100 എടുത്തു, 50 എടുക്കാം അല്ലേ. 50യുടെ ഒരു നോട്ട് എടുത്തു, അപ്പോൾ 150 ആയി. ഇനി എത്ര ബാക്കിയുണ്ട്? 50 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ 10ൻ്റെ 5ഉം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ടോട്ടൽ 200 ആയി. വാട്ട് ഇഫ് വി ഹാഡ് ഗോട്ട് 4 ഡിഫറെൻറ്റ് നോട്ട്സ്? അങ്ങനെ 4 ഡിഫറെൻറ്റ് നോട്ട്സ് ആണ് കിട്ടിയത് എങ്കിൽ, ഇപ്പോൾ 3 ആണ് നമ്മൾ പറഞ്ഞത്, 4 ആണ് കിട്ടിയത് എങ്കിൽ ഏതൊക്കെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 100ൻ്റെ 1 കൊടുത്തു, 50യുടെ 1 കൊടുത്തു, 20യുടെ 1 കൊടുത്തു. ബാക്കി ബാലൻസ് എന്ന് പറയുന്നത് 30 റുപ്പീസാണ്. അതിന് 10 3 എണ്ണം കൊടുത്തു. ഇപ്പോൾ 4 ഡിഫറൻസ് നോട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ ആയിട്ട് 200 മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് മാത്രം. നെക്സ്റ്റ് വൺ ഡ്രാഗൺ ആണ്. ഹിയർ ഈസ് എ ഡ്രാഗൺ, ലെറ്റ്സ് പ്ലേ വിത്ത് ഈച്ച്. എന്താണ് ഇവിടെ? ഡ്രാഗൺ ആണുള്ളത്. ഇത് വെച്ച് കൂട്ടുകാർ കളിക്കുകയാണ്. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് വെൻ ടു ദ പാർക്ക്. മിൻഹയും ഫ്രണ്ട്സും കൂടിയാണ് പാർക്കിൽ പോയിട്ടുള്ളത്. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പേഴ്സ് ഓൺ ദ ഡ്രാഗൺ. അപ്പോൾ ഈ ഡ്രാഗൻ്റെ അടുത്ത കുറച്ച് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അപ്പോൾ കൂട്ടുകാർ റെഡിയാണോ? നമുക്കൊന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇവിടെ 898 കൊടുത്തിട്ടുണ്ട്, 899 ഉണ്ട്. അത് കഴിഞ്ഞാൽ വരുന്ന ഏതാണ്? 900 ആണ്. ദെൻ 901 അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 902 വരും, 903, ദെൻ 904, 905, 906, 907, 908, 909, 910, 911, 912, 913, 914, 950, 916, 917, 918, 919. ഓക്കെ, 19. അപ്പോൾ കൂട്ടുകാർ ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ടീച്ചർ അത് എഴുതുമ്പോൾ അവിടെ സ്പേസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്പേസ് കിട്ടും. അപ്പോൾ കൂട്ടുകാർ അതേപോലെ എഴുതുക. നെക്സ്റ്റ് റീഡ് ആൻഡ് റൈറ്റ് ദീസ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് റീഡ് ചെയ്തിട്ട് നമ്മളെടുത്ത് എഴുതണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 899 ആണ്. അപ്പോൾ അവിടെ 100 ആദ്യം നോക്കുക, എത്രയാണ്? 800 ആണ്. ദെൻ 90 എന്ന് പറയുന്നത് 10ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതുക? 9 കൊടുക്കുക. 99 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, 899 എന്നാണ്. 900 എങ്ങനെയാണ് 900 എഴുതുക? 9 എഴുതുക, 2 0 ഇട്ട് കൊടുക്കുക. 901 ഇതേപോലെ തന്നെ, പക്ഷേ ലാസ്റ്റ് 1 എന്നിട്ട് കൊടുക്കുക. ദെൻ 990 ആണ്, 990. ഓക്കെ, ദെൻ 995, 995 ആണ്, 995. ദെൻ 998 ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ബ്രദേഴ്സ് ഗിഫ്റ്റ് ആണ്. മിൻഹാസ് ബ്രദർ ഗേവ് ഹെർ എ ഗിഫ്റ്റ്. മിൻഹയുടെ ബ്രദർ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. എ മാപ്പ് ഷോയിങ് ദ റിവേഴ്സ് ഓഫ് കേരള. അപ്പോൾ അതെന്താണ്? ആ കേരളത്തിലെ കുറച്ച് റിവേഴ്സിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത്. ഷീ ലൈക്ക്ഡ് ഇറ്റ് വെരി മച്ച്. അവൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു. സി ഹൗ ദേ ആർ ടാബുലേറ്റഡ് സം ഓഫ് ദ റിവേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് ആൻഡ് ദെയർ ലെങ്ത്. അപ്പോൾ ലെങ്ത്തിൻ്റെ ബേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ റിവേഴ്സിനെയും ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ. അപ്പോൾ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ഇത് നോക്കിക്കൊണ്ട് നമ്മൾ ആൻസർ ചെയ്യണം. ഇവിടെ നോക്കൂ, നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ലോങ്ങസ്റ്റ് റിവർ ഏതാണ്? ഏറ്റവും ലെങ്ത് കൂടിയ റിവർ ഏതാണ് കൂട്ടുകാരെ? ഇതിലൊന്ന് നോക്കൂ, ഏറ്റവും ലെങ്ത് ഉള്ളത് ഇതാണ് അല്ലേ. അപ്പോൾ ഏതാണ്? പെരിയാറാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? പെരിയാർ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, പെരിയാർ. ദ ഷോർട്ടസ്റ്റ് റിവർ, ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് തന്നിട്ടുള്ളതാണ് മഞ്ചേശ്വരം റിവർ ആണ്. ഓക്കെ, മഞ്ചേശ്വരം റിവർ.
Then next one, how many rivers in the list are long than ചാലിയാർ? ചാലിയാറിനേക്കാൾ നീളം കൂടിയിട്ടുള്ള ഏതൊക്കെ നദികളാണുള്ളത്? ചാലിയാർ എന്ന് പറയുന്നത് 169 ആണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഏതാണ്? പമ്പയാണ്, 176 ആണ്. ദെൻ ഭാരതപ്പുഴ 209, ദെൻ പെരിയാർ 344. അപ്പോൾ ഈ 4 റിവേഴ്സ് ആണുള്ളത്. അതിനെന്ത് ചെയ്യണം? റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ഓർഡർ ഫ്രം ദ ലോങ്ങസ്റ്റ് ടു ദ ഷോർട്ടസ്റ്റ്. ഇതിൽ ഏറ്റവും വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? പെരിയാറാണ്. അപ്പോൾ ഏറ്റവും വലുതിൻ്റെ അടുത്ത് പെരിയാർ എന്ന് എഴുതുക. പെരിയാർ. അതിന് ശേഷമുള്ളത് ഭാരതപ്പുഴയാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഭാരതപ്പുഴ. ദെൻ നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പമ്പയാണ്. ഓക്കെ, അപ്പോഴേ പമ്പ റിവർ എന്ന് എഴുതി കൊടുക്കുക. പമ്പ റിവർ. പിന്നെ വരുന്ന ഏതാണ്? പിന്നെ വരുന്നത് ചാലിയാറാണ്. അപ്പോഴേ ചാലിയാർ എന്നും എഴുതി കൊടുക്കുക. ലാസ്റ്റ് ചാലിയാർ. കൂട്ടുകാരെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതണം. ടീച്ചർക്ക് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവാലുവേഷൻ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ദ പാറ്റേൺ എന്നുള്ളതാണ്. പാറ്റേൺ തന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് ആദ്യം നോക്കുക. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസ് ആണ്, അതുകൊണ്ട് ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 11 ആദ്യം കൂടുതൽ 11, ദെൻ എത്രയാണ്? 22, 33, 44. പിന്നെ അടുത്ത് വരുന്ന ഏതായിരിക്കും? 55 ആയിരിക്കും അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 55, ദെൻ 66. നെക്സ്റ്റ് നോക്കൂ, 150, 250, 350. നെക്സ്റ്റ് വൺ 450, 550. നെക്സ്റ്റ് 100, 101, ദെൻ 103, 106. അവിടെ എന്താണ്? 1, 2, 3 എന്നുള്ള പാറ്റേണിൽ കൂടി വരുന്നതാണ്. അപ്പോൾ 106ൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 4ഉം കൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്രയായിരിക്കും? 110. ദെൻ 5 കൂട്ടുക, 115. ദെൻ നെക്സ്റ്റ് വൺ 990, 980, 970. അവിടെ എന്താണ്? കുറഞ്ഞ് വരികയാണ് 10 അല്ലേ? അപ്പോൾ 70 കഴിഞ്ഞാൽ അടുത്തത് 960 വരും, ദെൻ 950. ഇനി നമ്മളുടെ അടുത്ത് മൈ പാറ്റേൺ, നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പാറ്റേൺ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ടീച്ചർ 1-2 പാറ്റേൺ പറഞ്ഞു തരാം. ഒന്നെന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളതാണ്, 100, 200, ദെൻ 400, 500. 300, 400. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2, 4, 6, 8. ഓക്കെ, നെക്സ്റ്റ് ഒരു പാറ്റേൺ ഉണ്ടാക്കാം നമുക്ക്. 5, 10, 15, 20. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ നിങ്ങൾക്ക് അവിടെ എഴുതാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ആരാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നത് 2 ഡിജിറ്റ് നമ്പർ. എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പറാണ് ഞാൻ. ലാർജർ ദാൻ 80, 80നേക്കാൾ കൂടുതലാണ്. ദ ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് ഈസ് 1 മോർ ദാൻ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് ഈ 10ൻ്റെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ്. അതേതാണ് അക്കം എന്ന് പറയുന്നത്? 1 കൂടിയ അക്കം എന്ന് പറയുന്നത്, അഥവാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ 7 ആണെങ്കിൽ അതിനേക്കാൾ 1 കൂടിയത് 6 എന്താണ്? 8 ആണല്ലേ? അപ്പോൾ 78 ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ 6 ആണ് വരുന്നതെങ്കിൽ ഇവിടെ 7 ആയിരിക്കും. അപ്പോൾ നമ്മളെടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 80 ആണ്, 80നേക്കാൾ കൂടുതലാണ്. അപ്പോൾ 80 ആണ് ഫസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നത്. 80നേക്കാൾ കൂടുതലായ നമ്പർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 80 ആയിരിക്കും, അല്ലെങ്കിൽ 90 ആയിരിക്കും. അപ്പോൾ 9 വരുമ്പോൾ തൊട്ടപ്പുറത്തെ സംഖ്യ അതിനേക്കാൾ കൂടുമ്പോൾ എത്രയാണ്? 10 എന്തായാലും വരാൻ പറ്റില്ലല്ലോ, 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 8 തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 8 വരിക. അതിനേക്കാൾ 1 കൂടിയതെന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 89 ആണ് വരുന്നത്. നെക്സ്റ്റ് വണ്ണ് നോക്കാം. 3 ഡിജിറ്റ് നമ്പറാണ്. ഞാനൊരു 3 ഡിജിറ്റ് ആയിട്ടുള്ള നമ്പറാണ്. സം ഓഫ് ഡിജിറ്റ് ഈസ് 15. എൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. അപ്പോൾ 2 ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദ ഡിജിറ്റ് ഈസ് 100 ഇസ് വൺസ് പ്ലേസ് ഈസ് 8 ലെസ് ദാൻ ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ്. അഥവാ എന്താണ്? 1ൻ്റെ പ്ലേസിനേക്കാൾ എന്ത് കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അതിനേക്കാൾ 100ൻ്റെ പ്ലേസിലുള്ളതിനേക്കാൾ 8 കൂടുതലാണ് 1ൻ്റെ പ്ലേസിലുള്ളത്. അപ്പോൾ 8 കൂടുതലാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ 8ൻ്റെ കൂടെ 1 കൂട്ടി നോക്കുക. ഏതാണ്? 9 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1ൻ്റെ പ്ലേസിലുള്ളത് നമുക്ക് കിട്ടി, 9 എന്ന് കിട്ടി. ഓക്കെ, എത്രയാണ്?
9 എന്ന് കിട്ടി. ഇനി അപ്പോൾ 100ൻ്റെ പ്ലേസിൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് കിട്ടണം? 10ൻ്റെ പ്ലേസിലുള്ളത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ ടോട്ടൽ ഈ നമ്പർ, ഈ 3 ഡിജിറ്റ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 15 കിട്ടും. അപ്പോൾ 9ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടി. അതിലെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 15 ആവാൻ 5 ആണ് വേണ്ടത്. അപ്പോൾ സെൻറ്റർ എന്ന് പറയുന്നത് 5 ആണ്. 159 ആണ് ആൻസർ എന്ന് പറയുന്നത്. മേക്ക് എ റിഡിൽ ഓഫ് യുവർ ഓൺ ലൈക്ക് ദിസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ഇതേപോലെയുള്ള റിഡിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. കമ്പയർ വിത്ത് ഫ്രണ്ട്സ് റിഡിൽ ആൻഡ് ട്രൈ ടു സോൾവ് ദം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 3 ആണ്. സ്കൂൾ സ്റ്റോർ. ദ സ്കൂൾ സ്റ്റോർ നീഡ്സ് 950 പെൻസിൽസ്. സ്കൂൾ സ്റ്റോറിൽ 950 പെൻസിലുകൾ വേണം. മിൻഹ ഗേവ് 7 ബോക്സസ് ആൻഡ് 6 പാക്കറ്റ്സ് ഓഫ് പെൻസിൽ. അപ്പം മിൻഹ എന്ത് ചെയ്തു? 7 ബോക്സസും 6 പാക്കറ്റ് പെൻസിൽസും കൊടുത്തു. ഈച്ച് ബോക്സ് ഹാവ് 100 പെൻസിൽ ആൻഡ് ഇൻ ഈച്ച് പാക്കറ്റ് 10 പെൻസിൽ. അപ്പോൾ നമുക്കറിയാം ഒരു ബോക്സിൽ 100 പെൻസിൽസ് ഉണ്ടായിരിക്കും, ഒരു പാക്കറ്റിൽ 10 പെൻസിൽസും ഉണ്ടായിരിക്കും. ഹൗ മെനി മോർ ഷുഡ് ഷീ ഗിവ് ടു മേക്ക് ഇറ്റ് 950. അപ്പോൾ 950 ആക്കണമെങ്കിൽ മിൻഹ ഇനി എത്ര കൂടെ കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മിൻഹ ഇപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ് കൂട്ടുകാരെ കൊടുത്തിട്ടുള്ളത്? 7 ബോക്സ് ആണ് കൊടുത്തത്. 7 ബോക്സ് എന്ന് പറയുമ്പോൾ 700 ആണ്. ദെൻ 6 പാക്കറ്റ്സ് കൊടുത്ത് 6 പാക്കറ്റ് കൊടുക്കുമ്പോൾ 60 ആയിട്ട് മാറി. അപ്പോൾ 760 ആണ് ഇപ്പം മിൻഹ കൊടുത്തിട്ടുള്ളത്. അവിടെ ആവശ്യം എന്ന് പറയുന്നത് 950 ആണ്. അപ്പോൾ 950യിൽ നിന്നും മിൻഹ കൊടുത്ത 760 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 190 വേണം. അപ്പോൾ 190 ഇനിയും മിൻഹ കൊടുക്കേണ്ടതുണ്ട്. സപ്പോസ് 950 പെൻസിൽ ആർ ഗിവൺ ഇൻ ബോക്സ് ആൻഡ് പാക്കറ്റ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക മിൻഹ ഇങ്ങനെ കൊടുത്തത്, പക്ഷേ മിൻഹ ശരിയായിട്ടാണ് കൊടുത്തത് എങ്കിൽ എത്ര ബോക്സസും എത്ര പാക്കറ്റ്സും ഉണ്ടായിരിക്കും? എത്ര ബോക്സ് വേണം 950 ആക്കണമെങ്കിൽ? 9 ബോക്സസ് ആയാൽ 900 ആവും. പിന്നെ അതിൽ ബാലൻസ് ഉള്ളത് 50 ആണ്. 50 ആവണമെങ്കിൽ 5 പാക്കറ്റ്സും കൂടെ കൊടുത്താൽ 50 ആവും. അപ്പോൾ ടോട്ടൽ 950 ആയി മാറും. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് സർക്കിൾസ്. ഈ ബ്ലാങ്ക് സർക്കിൾസ് ഫില്ല് ചെയ്യണം. ഇത് വളരെ ഈസിയാണ്, പാറ്റേൺ തന്നെയാണ്. 101, 401, 501. നെക്സ്റ്റ് വൺ എത്രയാണ്? 601. ദെൻ 701. നെക്സ്റ്റ് വൺ 299, 399, 499. അടുത്ത എത്രയാണ്? 599. ദെൻ 699. നെക്സ്റ്റ് വൺ 300, 400, 500. നെക്സ്റ്റ് വരുന്നത് 600, then 700. ഓക്കെ, സെയിം പാറ്റേൺ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 3rd ചാപ്റ്റർ ആണ്. തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്നുള്ളതാണ്. നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.